നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി അല്ലെ. അതില് നിങ്ങൾ ടെക്സ്റ്റിൽ ഗോ ത്രൂ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്നോട് ചോദിക്കണം. ഓക്കെ. പിന്നെ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയ ആസിഡ് ബേസസ് ആൻഡ് സോൾട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. അതില് എന്തായിരിക്കും ഈ ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ്സ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് ബേസും സോൾട്ടും ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ തന്നെ എന്തായിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസ്? ആസിഡിന്റെയോ ബേസിന്റെയോ സോൾട്ടിന്റെയോ ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് എന്താണ്? അതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സ് ആർ യൂസ്ഡ് ഇൻ അവർ ഡെയിലി ലൈഫ്. അത് നമുക്കറിയാം അല്ലെ. ഡെയിലി ലൈഫിൽ നമ്മൾ ഇതിനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഒരു ചവർപ്പോ ഒരു കയപ്പോ ഒക്കെ കിട്ടാൻ കാരണം എന്തുകൊണ്ടായിരിക്കും? ഈ ആസിഡ് ബേസ് ഒക്കെ ഫുഡിൽ പ്രസന്റ് ആയതുകൊണ്ടാണ് നമുക്ക് സോർ ബിറ്റർ ടേസ്റ്റ് ഒക്കെ ഫുഡ് ഐറ്റംസിന് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോർ ആൻഡ് ബിറ്റർ ടേസ്റ്റ് ഓഫ് ഫുഡ്സ് ആർ ഡ്യൂ ടു ദ presence of acids and bases respectively. അതേപോലെ തന്നെ ഇപ്പൊ ആസിഡും ബേസും നാച്ചുറൽ ആയിട്ടുള്ളതും ഉണ്ട്, അതല്ലാണ്ട് സിന്തറ്റിക് ആയിട്ടുള്ളത്. എന്താ ഈ നാച്ചുറൽ എന്ന് പറയുമ്പോ അതായത് ഓൾറെഡി നേച്ചുറൽ നിന്ന് വരുമ്പോ തന്നെ, അതായത് ആ ഫുഡോ ഫ്രൂട്ടോ ഏതാണെങ്കിലും അത് നമുക്ക് ഓൾറെഡി കിട്ടുമ്പോ തന്നെ അതിൽ എന്തുണ്ടാവും? ആ ഒരു ആസിഡ് അതിൽ അടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ സിന്തറ്റിക് എന്ന് പറയുമ്പോ എന്താ? മാൻമെയ്ഡ് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. അതിന് എക്സാമ്പിൾസ് ഇപ്പോൾ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസിറ്റിക് ഒക്കെ പറയാം. അതൊക്കെ നമുക്ക് എന്ത് പറയാം? അതൊക്കെ സിന്തറ്റിക് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. അതേപോലെ തന്നെ ബേസസും ഉണ്ട് ഇഷ്ടം പോലെ. നാച്ചുറൽ ആയിട്ടുള്ള ബേസസ് അല്ലാണ്ട് തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ബേസസും ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിലും നമുക്ക് കിട്ടിയതാണെങ്കിലും ഒരു ആസിഡ് ആണോ ഒരു ബേസ് ആണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം അല്ലെ. അപ്പൊ ആസിഡിനെയോ ബേസിനെയോ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നവരാണ് എന്ത്? ഇൻഡിക്കേറ്റേഴ്സ്. അതുപോലെ ഈ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്, സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ലിറ്റ്മസ്, റെഡ് ക്യാബേജ്, ടർമറിക്, കളേർഡ് പെറ്റൽസ് ഓഫ് സൺഫ്ലവേഴ്സ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാക്കാൻ നമുക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഈ കളേർഡ് ലീഫ് ഉള്ള പൂക്കളുടെ ഇല നമ്മൾ ഒരു പേപ്പറിൽ നന്നായി ഉരಸಿ അത് വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ ചെയ്ത് നമ്മൾ കുറെ ചെയ്യുന്നൊക്കെ ഉണ്ട് ചെറിയ ക്ലാസ്സിൽ അല്ലെ. അതുപോലത്തെ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്, അല്ലാണ്ട് എന്താ മാൻമെയ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. മാൻമെയ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന പേരാണ് എന്ത്? സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ്. എങ്ങനെയായിരിക്കും ഈ സിന്തറ്റിക് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്? സിന്തറ്റിക് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ആയ രണ്ടുപേരാണ് ഏതൊക്കെ? മീത്തൈൽ ഓറഞ്ചും ഫിനോഫ്തലീനും. എന്തായിരിക്കും മീത്തൈൽ ഓറഞ്ച്? മീത്തൈൽ ഓറഞ്ച് നമ്മളിപ്പോ ഒരു ആസിഡിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ അതിന് മീത്തൈൽ ഓറഞ്ച് ആസിഡിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കളർ എന്തായിട്ട് മാറും? റെഡ് കളർ ആയിട്ട് മാറും. അതേപോലെ നമ്മളിപ്പോ മീത്തൈൽ ഓറഞ്ചിനെ ബേസിലോട്ടാണ് ആഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ എന്തായിട്ടാ മാറുക? യെല്ലോ കളർ ആയിട്ട് മാറും. അപ്പോ മീത്തൈൽ ഓറഞ്ച് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? When methyl orange is added to an acid, it turns the color of the acid into red. അതേപോലെ when methyl orange is added to a base, then its color changes to യെല്ലോ. അപ്പൊ മീത്തൈൽ ഓറഞ്ച് എങ്ങനെയാ ഒരു ആസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? മീത്തൈൽ ഓറഞ്ച് ആസിഡിലേക്കാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റെഡ് കളറും, മീത്തൈൽ ഓറഞ്ച് ബേസിലോട്ടാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് എന്ത് കളറാ? യെല്ലോ കളറും കിട്ടും. അതേപോലെ തന്നെയാണ് ഫിനോഫ്തലിൻ. വേറൊരു ഇൻഡിക്കേറ്റർ ആണ് ഫിനോഫ്തലിൻ പക്ഷെ ആസിഡിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. When phenolphthalein is added to an acid, there will be no color change. But while phenolphthalein is added to a base, അവിടെ എന്ത് കളർ ചേഞ്ച് ഉണ്ടാവും? പിങ്ക് കളർ ആയിട്ട് അത് മാറുക സൊല്യൂഷൻ. അപ്പൊ ഫിനോഫ്തലീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് എന്നുണ്ടെങ്കിൽ അവിടെ ആസിഡിലോട്ട് ഈ ഫിനോഫ്തലീൻ ആഡ് ചെയ്യുമ്പോൾ അവിടെ കളർ ചേഞ്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാം, ഓക്കെ ദിസ് ഇസ് ആൻ ആസിഡ് എന്ന് നമുക്ക് പറയാം.
അതേപോലെ ഇപ്പൊ നമ്മൾ അതിനെ ഒരു ബേസിലോട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് എന്തായിട്ടുണ്ടാവും? എന്തായിട്ട് മാറും? കളർ എന്തായിട്ട് മാറുണ്ടാവും? പിങ്ക് കളറായിട്ട് ആ സൊല്യൂഷൻ മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ സിന്തറ്റിക് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, മീത്തൈൽ ഓറഞ്ചും ഫിനോഫ്തലീനും പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്താ? സ്മെല്ല് ബേസ് ചെയ്ത് നമ്മള് ഇൻഡിക്കേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് ഒനിയൻ, വാനില എസൻസ് എക്സെട്ര. അപ്പോ സ്മെൽ ബേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിന്റെ പേരാണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മുടെ കോമൺ ആസിഡ്സ് ആണ് നമ്മുടെ ചുറ്റും കാണുന്നത് അല്ലെ. കേർഡ് എങ്ങനെ ഉണ്ടാവുന്നത് നമുക്കറിയാം. പാല് നമ്മൾ എന്താ ചെയ്യുക? പാല് ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പാല് മാറിയിട്ടാണ് നമുക്ക് കേർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അവിടെ കേർഡിലുള്ള ആസിഡ് ഏതാ? അവിടെ ഒരു ആസിഡിന്റെ എഫക്റ്റ് ഉണ്ട്. അത് ഏത് ആസിഡാ? ലാക്റ്റിക് ആസിഡ്. അതേപോലെ നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സിൽ ഓറഞ്ച്, ലെമൺ ഇതുപോലത്തെ ഫ്രൂട്ട്സിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ്സ് ഏതാ? സിട്രിക് ആസിഡ്. പിന്നെ നമ്മുടെ വിനീഗർ എന്താണെന്ന് നമുക്കറിയാം ഇല്ലേ? നമ്മള് പിക്കിൾസ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ കേടുവരാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വിനീഗർ. അത് എന്താ? വിനീഗർ എന്നാൽ നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന പേരാ. അതിന്റെ പേരെന്താ? അസറ്റിക് ആസിഡ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. വിനീഗർ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആസിഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് ജസ്റ്റ് ഒരു ഇൻട്രോ, ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രം നമ്മൾ തരും. ഇതിലൂടെ ഗോ ത്രൂ ചെയ്യാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആസിഡ്സിന്റെയും ബേസിന്റെയും സോൾട്ടിന്റെയും ഒക്കെ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ട്ടോ.